നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീട് വെക്കുവാൻ സ്ഥലം അല്ലെങ്കിൽ പ്ലോട്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിയായ സ്ഥലം എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വീട്. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ വീട് വെക്കാനായിട്ട് സ്ഥലം വാങ്ങുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആക്സസ് അല്ലെങ്കിൽ പ്രവേശന മാർഗം. വീട് വെക്കുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എപ്പോഴും റോഡുകളുമായി അടുത്തുള്ളതായിരിക്കണം. മെയിൻ റോഡുകളാകണമെന്ന് നിർബന്ധം ആവശ്യമില്ല. പക്ഷേ എളുപ്പത്തിൽ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് വാഹനം കയറുവാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലോട്ട് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. വീട് വെക്കുവാനുള്ള സാധന സാമഗ്രികളുടെ ലഭ്യതയും ട്രാൻസ്പോർട്ടേഷനും ഉറപ്പാക്കണം. 2. വെള്ളം, വൈദ്യുതി. വീട് വെക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആവശ്യത്തിന് വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കിണറുകൾ, കുഴൽ കിണറുകൾ, മുനിസിപ്പാലിറ്റി പൈപ്പുകൾ ഇവയൊക്കെയാണ് വെള്ളത്തിന്റെ സ്രോതസ്സുകൾ. വീട് പണിയുമ്പോൾ തന്നെ നമുക്ക് വെള്ളവും വൈദ്യുതിയും വളരെ ആവശ്യമായിരിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ഥലത്തിന്റെ കിടപ്പ്. വീട് വെക്കുവാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തിന്റെ സ്വഭാവം നമ്മുടെ ബഡ്ജറ്റുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, നല്ല ഉറപ്പില്ലാത്ത മണ്ണുള്ള പ്രദേശമാണെങ്കിൽ പില്ലർ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പൈൽ ഫൗണ്ടേഷൻ ആവശ്യമായിട്ട് വരും. ഇല്ലെങ്കിൽ റബിൾ ഫൗണ്ടേഷനിൽ തീരാവുന്നതേയുള്ളൂ. ഇത് നമ്മുടെ ഫൗണ്ടേഷന്റെ ചെലവ് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ വളരെ ആഴത്തിൽ നിന്ന് ഫൗണ്ടേഷൻ നിർമ്മിക്കേണ്ടതായും വരുന്നു. അതുപോലെ തന്നെ ചെരിവുള്ള സ്ഥലത്താണ് നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ബഡ്ജറ്റിനെയും വീടിന്റെ ഡിസൈനെയും വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അതുകൊണ്ട് നിരപ്പും ഉറപ്പുമുള്ള സ്ഥലമാണ് വീട് വെക്കുവാൻ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തതായി, ഗതാഗത തടസ്സം അനുഭവപ്പെടുന്ന തിരക്കേറിയ റോഡുകൾ. വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ സമീപത്ത് റോഡിൽ ഗതാഗത തടസ്സം വളരെയധികം ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുമൂലം ഉണ്ടാകുന്ന വാഹനത്തിന്റെ ഹോൺ മുഴങ്ങുന്ന ശബ്ദങ്ങളും പൊടിപടലങ്ങളും ഒഴിവാക്കുവാൻ ഗതാഗത തടസ്സം നേരിടുന്ന റോഡുകൾക്ക് സമീപത്ത് സ്ഥലം തിരഞ്ഞെടുക്കാതിരിക്കുക. 5. ഫാക്ടറികൾ, കമ്പനികൾ ഇവയുടെ അടുത്ത് സ്ഥലം വാങ്ങുന്നത് ഒഴിവാക്കുക. ഫാക്ടറികൾ പുറന്തള്ളുന്ന പുകപടലങ്ങൾ, അതുപോലെ ശബ്ദ മലിനീകരണം ഇവയൊക്കെ നമ്മുടെ ആരോഗ്യത്തെയും മാനസിക ഉല്ലാസത്തെയും വളരെയധികം തകർക്കും. 6. ദുർഗന്ധമുണ്ടാകുന്ന സമീപ പ്രദേശങ്ങൾ. വീട് വെക്കുന്നിടത്ത് ദുർഗന്ധം വമിച്ചാൽ എങ്ങനെയിരിക്കും? മലിനമായ ചെറിയ തോടുകൾ, അറവുശാലകൾ, ഫാക്ടറി മാലിന്യങ്ങൾ ഇവയൊക്കെ സമീപത്തുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കിയാൽ വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമീപത്തുണ്ടെങ്കിൽ ആ സ്ഥലം പരമാവധി ഒഴിവാക്കുക. നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇവിടെയെല്ലാം രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയേറിയവയാണ്. അടുത്തതായിട്ട്, സ്കൂൾ, ഹോസ്പിറ്റൽ, പബ്ലിക് ട്രാൻസ്പോർട്ട്. നമ്മുടെ വീടിന്റെ സമീപത്ത് സ്കൂൾ, ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ ഇവയെല്ലാം ഉണ്ടായാൽ വളരെ നന്നായിരിക്കും. ഇതിൽ ഹോസ്പിറ്റൽ വളരെയധികം ദൂരെ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട്, ഭൂകമ്പം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം. വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അടിക്കടി വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളം കയറുന്ന ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഭൂകമ്പം ഇവയെല്ലാം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതാണോ എന്നെല്ലാം പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതായിട്ട്, ലീഗൽ ഡോക്യുമെന്റ്സ്, കടം അല്ലെങ്കിൽ നിയമവ്യവഹാരം. നമ്മൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ പേരിലുള്ള എല്ലാ നിയമപരമായ കാര്യങ്ങളും ക്ലിയർ ആയതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നിയമവ്യവഹാരങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് വായ്പകൾ ഇവയൊന്നും ഈ സ്ഥലത്തിന്റെ പേരിൽ ഇല്ല എന്ന് നമ്മൾ തീർച്ചയായും ഉറപ്പുവരുത്തുക. സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു സ്ഥലം വീടിന് വേണ്ടി വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ സ്ഥലം വാങ്ങുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നീട് നമ്മൾക്ക് പലതരം ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നമ്മളുടെ ജീവിതത്തെ മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കും. നന്ദി.